പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കേട്ടുകൊണ്ട് ആരംഭിക്കാം. ബഹുമാനപ്പെട്ട മാരിയോ ബ്രദർ മുസ്ലിങ്ങളുടെ അള്ളാഹുവാണോ, ക്രിസ്ത്യാനികളുടെ യഹോവ ഈസാ നബിയാണോ യേശു ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ ആദ്യത്തെ ഒരു ക്ലിപ്പ് കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നാൾ മുതൽ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായ വ്യക്തിയാണ് ഞാൻ മാരിയോ ജോസഫ്. അതിൽ ഈ കഴിഞ്ഞ ഒരു 8-9 വർഷക്കാലങ്ങളിലായി തുടരെ എനിക്കെതിരെ വരുന്ന ഒരു വിവാദമാണ് എൻ്റെ പഠനത്തിൽ ഒരുപാട് തെറ്റുണ്ട് എന്ന്. അതിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് അള്ളാഹുവും യഹോവയും ഒന്നാണെന്ന് ഞാൻ പറയുന്നു. ആദമും നൂഹും നോഹയും ഇബ്രാഹിമും അബ്രഹാമും ഇസ്മായിലും അതുപോലെ തന്നെ ഈസായും യേശുവും ഒക്കെ ഒരാളാണെന്ന് ഞാൻ പറയുന്നു എന്നതാണ് ബേസിക് പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെയാണ് ഈ ഒരു വിവാദം ഉരുത്തിരിഞ്ഞു വന്നത്? നമുക്കറിയാം, മാരിയോ ജോസഫ് ബ്രദർ മൈക്കിൾ കാര്യമറ്റവുമായി ഈ വിഷയത്തിൽ നടത്തിയ ഒരു ചർച്ചയും ഈസാ നബിയും യേശു ക്രിസ്തുവും ഒരാളാണെന്നൊക്കെ രീതിയിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ പ്രമാണരേഖകളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു ഡിസ്കഷൻ നമുക്കറിയാം. അതിൻ്റെയൊക്കെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സംശയങ്ങൾക്ക് നിഴ നൽകുന്ന രീതിയിലുള്ള ചില വിവാദപരമായ പരാമർശങ്ങളാണ് അനേകം വിഷയങ്ങളിൽ മാരിയോ ജോസഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണം. ഞാൻ ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന പോലെ മാരിയോ ജോസഫിനെതിരെ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തു. അത് അന്ന് ഞാൻ ആരാലും അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നപ്പോൾ പോലും 40-45,000 പേരുടെ മുകളിൽ കാണാൻ ഇടയായി. അടുത്ത ദിവസം ഞാൻ മാരിയോ ജോസഫിനെ ഫോളോ ചെയ്യാറില്ല. കാരണം മാരിയോ ജോസഫിൻ്റെ ഒരു വീഡിയോ ശൈലി, അങ്ങനെയുള്ള അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടൊന്നും എനിക്ക് പൊതുവെ അത്ര എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി രീതിക്ക് ചേരുന്നതല്ല. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു പ്രത്യേകതരം വീഡിയോകളാണ്. ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ഒക്കെ ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ. നിങ്ങൾ 10 കാര്യങ്ങൾ ചെയ്താൽ ഇന്നത് സംഭവിക്കും, നിങ്ങൾ ഇന്ന രീതിയിൽ രാവിലെ എണീറ്റ് 3 മണിക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹം കിട്ടും. ഇതൊന്നും വിശ്വാസത്തോടെ ചില പാവപ്പെട്ട മനുഷ്യർ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അനുഗ്രഹമൊക്കെ കിട്ടിയെന്നും വരും കേട്ടോ, കിട്ടുകയല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് എനിക്കിതിനോട് പൊതുവെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാരിയോ ജോസഫിൻ്റെ ഒരു സ്പിരിച്വൽ ശൈലിയോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന തെറ്റല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ ദൈവം നയിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, മാരിയോ ജോസഫിൻ്റെ പല സംഭാഷണങ്ങളും വളരെ വിവാദപരമായ ഇതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു ദിവസം രാവിലെ എണീറ്റുമ്പോൾ, ഇപ്പോൾ 1,00,000 പേരുടെ അടുത്ത് കണ്ട എൻ്റെ ലാസ്റ്റ് വീഡിയോ, ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ, വർഷങ്ങളായിട്ട് മാരിയോ ജോസഫിനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. ചില ആളുകളൊക്കെ ഈ അനിൽകുമാർ അയ്യപ്പനും ടീമും ഒക്കെ വീഡിയോകൾ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ അതുപോലും ഞാൻ എന്ത് ചെയ്യാറില്ല, ആ വീഡിയോ പോലും കാണാറില്ല. എന്തോ കുഴപ്പമുണ്ട്, എന്തോ ആരോപണങ്ങളുണ്ടൊക്കെ അറിയാം. പക്ഷേ ഒരു ദിവസം രാവിലെ എനിക്ക് ഒരു ഫേസ്ബുക്കിൽ ഞാൻ ക്ലിപ്പ് കാണുകയാണ്. അത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം തെറ്റായ മെസ്സേജ് നൽകുന്ന ഒരു ക്ലിപ്പ്. അത് സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്ത് ഉപയോഗിച്ചതാണ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ആ ക്ലിപ്പിലെ ആശയങ്ങൾ വളരെ കൃത്യമാണ്. ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സഭാസ്നേഹത്തിൽ നിന്നും ആത്മസ്നേഹത്തിൽ നിന്നുമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ സാധാരണ വീഡിയോകൾ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം, ചിലപ്പോൾ 300 പേര്, 400 പേര്, 1000 പേരൊക്കെ മാക്സിമം. അപ്രതീക്ഷിതമായി അത് 1,00,000 പേരിലേക്ക് പോയി, 1,00,000 പേരുടെ അടുത്തേക്ക് പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. എന്തോ എൻ്റെ ആ കൺസേൺ സമൂഹത്തിന് ഉള്ള ഒരു കൺസേൺ ആണെന്ന ഒരു ബോധ്യമാണ് എനിക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ മാരിയോ ജോസഫ് ചെയ്യുന്ന പല കാര്യങ്ങളിലും വളരെ കൺഫ്യൂഷനുണ്ട്. എനിവേ, അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി അള്ളാഹുവും യഹോവയും ഒരു ദൈവമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 365 ദൈവങ്ങളിലെ പേഗൻ മതത്തിലെ ഖുറേഷി ദൈവങ്ങളിലെ ഒരു ദൈവമാണ്, അതും മുഹമ്മദിൻ്റെ ഒരു ഗോത്രത്തിൻ്റെ ഒരു ഗോത്ര ദൈവമാണ് അള്ളാഹു എന്നും, ആ അള്ളാഹുവും വിശുദ്ധ ബൈബിളിലെ അല്ലെങ്കിൽ യഹൂദരുടെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്, നമ്മുടെ ദൈവമായിട്ടൊരു ബന്ധവുമില്ലെന്ന് അസംഗിതമായി അദ്ദേഹം ഈ ക്ലിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്, അള്ളാഹു പിശാചാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല. അതിന് അദ്ദേഹം വെച്ചിരിക്കുന്ന ലോജിക്ക് വളരെ സ്വീകാര്യമായൊരു കാര്യമാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ എക്യൂമനിസം എന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിലെ ഡിഗ്രി എടുത്ത് വായിച്ചു നോക്കിയാൽ, അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹു എന്നത് പിശാചാണെന്ന് വ്യക്തമായ ബോധ്യം മാരിയോയ്ക്കുണ്ടെങ്കിൽ പോലും മാരിയോ അത് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. കാരണം ഏകദേശം 30% മുകളിൽ കേരളത്തിൽ മലയാളികളിൽ മുസ്ലിംസ് ഉണ്ട്. അവരുടെ ദൈവമാണ്
ആര്? അള്ളാഹു. ആ അള്ളാഹു പിശാചാണെന്ന് മാരിയോ പോലെ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാൽ അത് സമൂഹത്തിൽ ലഹളയും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ വിവേകപൂർവമായ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട്. മാരിയോ പറയാണ് KCBCയോ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ ഒരു ഡിഗ്രി വരികയാണ്, അള്ളാഹു പിശാചാണെന്ന് ഒരു രേഖ വന്നാൽ ഞാൻ പറയാമെന്ന്. അതൊരിക്കലും KCBC പറയില്ല. കാരണം അത് KCBCക്ക് അള്ളാഹു ദൈവമാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടല്ല. സമൂഹത്തിൻ്റെ സമാധാനം നിലനിർത്തുക എന്നതും ഒരു ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വമാണ്. സമാധാനം ഉണ്ടാക്കുന്ന ഭാഗന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. എന്നാൽ അവരുടെ തിയോളജിക്കൽ ക്ലാസ്സുകളിലും ഇതിനെക്കുറിച്ചുള്ള ആഴമേറിയ പഠനങ്ങളിലും പോലും വളരെ വ്യക്തമായിട്ട് അള്ളാഹു ആരാണെന്ന് പറയും. ഒരു പരിധിവരെ വ്യക്തതയോടുകൂടെ തന്നെ ഈ വീഡിയോയിൽ അള്ളാഹു വെറും ഒരു 360 ദൈവങ്ങളെ ഒരു ഗോത്ര ദൈവമാണെന്നും ആ ഗോത്ര ദൈവത്തെ വിശുദ്ധ ബൈബിളിലെ യഹോവയെക്കുറിച്ചുള്ള ഗുണങ്ങളെല്ലാം മുഹമ്മദ് ആരോപിച്ച് യഹോവയ്ക്ക് തുല്യനാക്കി മാറ്റിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹു തന്നെയാണ് യഹോവ എന്ന് ആക്കി തീർത്തതാണെന്ന് വളരെ വ്യക്തമായി മാരിയോ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇനി മാരിയോ കേവലം ഒരു മൗദൂദിയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക് ചാരനാണ്, ഞാൻ ഇന്ന് വരെ മാരിയോ ഒരു ഇസ്ലാമിക് ചാരനാണെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കേട്ടോ, എന്ന് പറയുന്നതിനുള്ള ഒരു വ്യക്തമായ മറുപടിയാണ് എന്ന് എനിക്ക് തോന്നി. ഇത്ര സോഷ്യൽ മീഡിയയിലിരുന്ന് ഇത്ര വ്യക്തതയോടെ ഇസ്ലാമിക വിമർശനം പെർഫെക്റ്റായിട്ട് അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. കാരണം എന്താണ്? മുഹമ്മദ് എന്നൊരു മനുഷ്യൻ തൻ്റെ ഗോത്ര ദൈവത്തെ പഴയ നിയമത്തിലെ ആളുകളെയൊക്കെ കൂട്ടുപിടിച്ച് അബ്രഹാത്തെ, ഈസാ നബിയെയും മോശയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു വ്യാജ മതമുണ്ടാക്കിയെന്നും അതൊന്നും സത്യമല്ല എന്നും അസംയുക്തമായി മാരിയോ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരിയോയുടെ ആ നിലപാടുകൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനൊരു വ്യക്തത വന്നിരിക്കുന്നു. ഇനി നമുക്ക് തുടർന്ന് കേൾക്കാം. ഇതിനെ ചൊല്ലിയാണ് ഒരുപാട് ഗ്രൂപ്പുകളിൽ അന്തിച്ചർച്ചകളായും രാത്രി മൊത്തം ചർച്ചകളായും പകല് ചർച്ചകളായും എന്തുമാത്രം ഗ്രൂപ്പുകളിലാണ് വിഷയങ്ങളെന്നറിയാം. അപ്പോൾ സത്യത്തിൽ ഈ വിഷയത്തിൽ എൻ്റെ നിലപാടെന്താണ് അറിയാനൊരാഗ്രഹം. ഈ നിലപാട് നിങ്ങൾ മാരിയോ പറയുന്നുണ്ട്, ഈ വീഡിയോ കട്ട് ചെയ്ത് നിങ്ങൾ കേൾപ്പിക്കരുത്, ഫുള്ള് കേൾക്കണമെന്നൊക്കെ. അത് തന്നെ ഞാൻ നിങ്ങളോടും പറയുകയാണ്. നിങ്ങൾ പോയിട്ട് 45 മിനിറ്റ് ഉണ്ട്. നല്ല മാരിയോ ഒരു അസാമാന്യ പ്രഭാഷണ കലയുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തിൻ്റെ വലിയ ടാലൻറ്റ്, ബേസിക് ടാലൻറ്റ് ലഭിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്ന പോലെയല്ല, വളരെ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ വളരെ ആകർഷകമായി കാര്യങ്ങൾ, ആശയങ്ങൾ വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് മാരിയോ. മാരിയോയുടെ ഉള്ളിലുള്ള ആശയം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് വിശ്വാസയോഗ്യമായി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് മാരിയോക്കുണ്ട്. അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇപ്പം നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. കേട്ടതൊക്കെ അങ്ങനെ കണ്ടാൽ മതി. മനഃപൂർവ്വം ദൈവത്തിൻ്റെ ഒരു മക്കളെയും വേദനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്, മാപ്പാക്കണം. മറ്റൊന്ന്, ഈ ക്ലാസ് നിങ്ങൾ മുഴുവനും കേട്ട് കഴിഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒന്ന് 100% തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും എന്നെ തിരുത്തേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയും ചെയ്താൽ ധൈര്യമായിട്ട് തിരുത്താം. ഞാൻ ആഗ്രഹിക്കുന്നത് നേരിട്ട് നിങ്ങൾക്ക് ഫിലോകാലിയുടെ ഓഫീസിൽ വരാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്യാം, അല്ലെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്കറിയാം മാരിയോയുടെ വൈഫ് ജിജി മാരിയുമായിട്ടുള്ള എൻ്റെ ഒരു സംഭാഷണം എത്രത്തോളം പരിതാപകരമായി തീർന്നു. പണ്ട് ഞാൻ മാരിയോയ്ക്കെതിരെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ്, അതും എതിരെന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒരു കൺസേൺ ആണ് ഞാൻ അവതരിപ്പിച്ചത്. ഞാൻ ജിജിയോ മാരിയോ വിളിച്ചപ്പോൾ എത്ര ബാഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായതെന്ന് ആ വാട്സപ്പ്, ആ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ അതേപടി സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എൻ്റെ ടിസൺ തോമസ് എന്ന യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതിനകത്ത് തോന്നുന്നു. പക്ഷേ ഇന്ന് ഏതായാലും ഞാൻ മാരിയോ വിളിച്ചു. വളരെ മാന്യമായിട്ടും മര്യാദയോടെയും ബഹുമാനപൂർവ്വമാണ് മാരിയോ എന്നോട് സംസാരിച്ചത്. പക്ഷേ മാരിയോ തിരക്കണം. നമുക്കറിയാമല്ലോ, മാരിയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ മാരിയോട് പറഞ്ഞു ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചു. ഏതായാലും ഈ വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷനുകൾ മാരിയോയിൽ നിന്ന് വരുത്തേണ്ടതുണ്ടെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ബോധ്യം തരുന്നത്. കാരണം ഈ വീഡിയോയിൽ മാരിയോ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളല്ല മാരിയോയ്ക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ. അതിന് അനേകം വീഡിയോ ക്ലിപ്പുകൾ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്, എൻ്റെ കയ്യിൽ അനേകർ അയച്ചു തന്നിട്ടുണ്ട്. ഈ വീഡിയോ ക്ലിപ്പുകൾ ഓരോന്നും മാരിയോ പറഞ്ഞു തന്നെയാണ് കേൾപ്പിച്ചിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മാരിയോട് ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാരിയോ അനുവദിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്ന് എനിക്കറിയില്ല, നടന്നില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. അത് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മാരിയോ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു കാര്യം വളരെ ഇതാണ്, അള്ളാഹുവും
യഹോവയും ഒരാളാണെന്ന് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ മാരിയോയുടെ ഭാഗത്തുനിന്ന് ഒരു ഡിസ്കഷൻ പണ്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ എൻ്റെ എൻ്റെ കയ്യിൽ ഉണ്ട്. ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. ആ യൂട്യൂബ് വീഡിയോ അദ്ദേഹം പിൻവലിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ ക്ലിപ്പുകളെല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലാരിറ്റി ചെയ്താൽ മതിയല്ലോ. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ കേൾക്കാം. ഭാഗം കട്ട് ചെയ്തിട്ട് ട്രോളി അപ്ലോഡ് ചെയ്യരുതെന്ന് ഒരു വിനയ അഭ്യർത്ഥനയാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഓർക്കുക, അയാൾ യഥാർത്ഥ ചതിയനും വഞ്ചകനും ഇതൊക്കെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ടോക്കിനെ ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് ഒരു വ്യാഖ്യാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് വ്യാഖ്യാനം കൊടുക്കാം. ഇതിൻ്റെ പകുതി മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വ്യാഖ്യാനിക്കരുതെന്ന് ദയവ് ചെയ്ത് ഞാൻ ഞാനിവിടെ മാരിയോ പറഞ്ഞ കാര്യങ്ങളെ വിശദമായി അഡ്രസ്സ് ചെയ്യുക എന്നതല്ല. മാരിയോ പറഞ്ഞതിൽ വളരെ സ്വീകാര്യമായ, വളരെ വ്യക്തതയുള്ള, ക്ലാരിറ്റിയുള്ള ചില കാര്യങ്ങളുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് വ്യക്തമായ നിലപാട്. എന്നാൽ ഒരു വിഷയത്തിൽ മാരിയോ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളൊരു കാര്യമുണ്ട്. അതിൻ്റെ അർത്ഥം മാരിയോ എടുക്കുന്ന പൊസിഷൻ തെറ്റാണ് എന്നുള്ളതല്ല. മാരിയോ എടുക്കുന്ന പൊസിഷനാണ് യുക്തിഭദ്രവും കൂടുതൽ ശരിയുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ പൊസിഷൻ ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് എടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് അഡ്രസ്സ് ചെയ്യും. ഇനി മാരിയോയുടെ മിസ്റ്റേക്ക് എന്താണ്, ഈ വീഡിയോയിലുള്ള മാരിയോയുടെ മിസ്റ്റേക്ക് എന്താണ് എന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വചനം വായിച്ച് കേൾപ്പിക്കുകയാണ്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിമപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. ആ തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാതൃക നൽകുകയും ചെയ്തേണ്ടിയിരിക്കുന്നു. 1 പത്രോസ് 2:19-21 വചനമാണ്. പ്രിയപ്പെട്ട മാരിയോ, എനിക്ക് താങ്കൾ എൻ്റെ വീഡിയോ ഒന്നും കാണാറില്ല, വിമർശന വീഡിയോകളൊന്നും താങ്കൾ കാണാറില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഇന്ന് എന്നോട് പറഞ്ഞു, ഓക്കെ, താങ്കൾക്ക് കാണാൻ ദൈവം പ്രേരണ തരുവാണെങ്കിൽ കാണുക. ഇവിടെ താങ്കൾ ഇനി കേൾക്കാൻ പോകുന്ന ക്ലിപ്പിൽ താങ്കൾക്കെതിരെയുള്ള വിമർശനങ്ങളോടുള്ള താങ്കളുടെ സമീപനങ്ങളാണ് കാണുന്നത്. ഒരു മൈന്യൂട്ട് വിമർശനത്തെ പോലും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നതിലൂടെ, ആ വിമർശനത്തിലൂടെ പരിശുദ്ധാത്മാവ് താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ താങ്കൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഒരേ സമയം വിമർശകങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാം, പിശാച് സംസാരിക്കാം, മറ്റു മനുഷ്യാരൂപി സംസാരിക്കാം. പക്ഷെ ദൈവം വിമർശിക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം വിമർശനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യം തരുന്ന കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് താങ്കളുടെ മനസാക്ഷിക്കും താങ്കളുടെ സ്പിരിച്വാലിറ്റിക്കും യോജിക്കുന്ന കാര്യങ്ങൾ താങ്കൾ എടുക്കുക. ബാക്കി താങ്കൾ തള്ളിക്കളയുക. വിമർശകരോട് താങ്കൾക്ക് വിരോധാത്മകമായ സമീപനമില്ലാതിരിക്കുക, പ്രീജഡ്ജ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് താങ്കൾക്ക് വ്യക്തമായ ബോധ്യം തരികയാണ് ടിസനിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ് എന്ന്. മിസ്റ്റിക്കലി താങ്കൾക്ക് ദൈവം മിസ്റ്റിക്കലിയും ഇൻ്റലക്ച്വലിയും ഒരേ സമയം താങ്കൾക്ക് ബോധ്യം തരുവാണെങ്കിൽ താങ്കൾക്ക് തീരുമാനമെടുക്കുക. അവിടെ താങ്കളുടെ വിധിയല്ല അവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ അറിയിക്കുന്ന കാര്യം താങ്കൾ തീരുമാനിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ താങ്കളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറയുകയാണ്, താങ്കൾ വിമർശനങ്ങളെ താങ്കളുടെ ഹൈലി ഇൻ്റലക്ച്വലായ സമീപനങ്ങളിലൂടെ സ്വയം വിധിക്കുകയും വിമർശിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിത് കേട്ടോളൂ. 6 പോയിന്റുകളാണ് മാരിയോ പറയുന്നത് വിമർശകർക്കെതിരെ. ഫാക്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചവർക്കും ദ്രോഹിച്ചവർക്കും നന്ദിയെ പറയാനുള്ളൂ. എനിക്ക് ആരോടും പെടുപ്പം വിഷമമൊന്നുമില്ല. പക്ഷെ അതേസമയം ഈ ക്ലാസ് അങ്ങനെ അല്ലാന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. ആരോപണം ഉപയോഗിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം കടുത്ത അസൂയയാണ്. ഐ റിപ്പീറ്റ്, കടുത്ത അസൂയ. അതായത് ഞാൻ എന്നാണോ ഈ ശുശ്രൂഷ രംഗത്ത് വന്നിരിക്കുന്നത് അന്ന് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകർ അന്നും ഇന്നും ഒരേ സ്ഥലത്ത് നിൽക്കുന്നു. മാരിയോ ജോസഫ് വളരെ സ്പീഡായി മുന്നോട്ട് കുതിച്ചുകൊണ്ടുപോയി. ഞാൻ പോയതല്ല, എന്നെ പരിശുദ്ധാത്മാവ് നയിച്ചതാണ്. ഒന്നും മലയാളം പോലും നന്നായി എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് 10 ഭാഷകൾ പഠിപ്പിച്ചു. കേരളത്തിൽ, അതായത് വയനാട് വിട്ടാൽ തൃശ്ശൂർ അല്ലാതെ വേറൊരു നാട് കാണാത്ത എന്നെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെൻറ്റിലും സഞ്ചരിപ്പിച്ചു. ഒന്നും ആയിരുന്നില്ലാത്ത എന്നെ കൊണ്ട് 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭവനവും സ്ഥലവും മരുന്നും ഹോസ്പിറ്റൽ ചികിത്സയും മക്കളുടെ പഠനവും എന്ന് വേണ്ട
ഒരുപാട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഉപകാരമുള്ള തരത്തിൽ ദൈവം എന്നെ വളർത്തിയപ്പോൾ എൻ്റെ കൂടെ ഓടിയെത്താൻ പറ്റാത്തവർ ഉപയോഗിച്ച ആയുധമാണ് പലപ്പോഴും എനിക്കെതിരെയുള്ള അപഖ്യാതികൾ പറഞ്ഞു വരുത്തുക എന്നത്. അത് സങ്കടമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ കർത്താവ് മുന്നേ പറഞ്ഞായിരുന്നു, എന്നെ പ്രതി സകലരും നിങ്ങൾക്കെതിരെ അപഖ്യാതി പറഞ്ഞ് പരത്തുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണം എന്നാണ്. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? ഈ സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആരാണോ പ്രത്യേകിച്ച് തരംഗമായി നിൽക്കുന്നത്, അയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇയാളുടെ ബന്ധങ്ങളെയും ഇയാളെ ശ്രദ്ധിക്കുന്നവരെയും പിടിച്ചെടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരുക എന്ന ഒരു കുതന്ത്ര പരിപാടി സോഷ്യൽ മീഡിയയിലുണ്ട്. അതെനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു ഭയങ്കര വിവാദം ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, വയനാട്ടിൽ തറക്കല്ലിട്ട് ഇറങ്ങിയപ്പോഴേക്ക് ആദ്യമായിട്ട് വീടുകൾക്ക് തറക്കല്ലിട്ടു, 25 വീടുകൾക്ക്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായി നിന്നപ്പോൾ പിറ്റേന്ന് മുതൽ എന്നെ ഇങ്ങനെ കല്ലെറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം കുറേ ഹാഷ്ടാഗ് കിട്ടി, കുറേ വ്യൂസ്. അതായത് 200 വ്യൂസ് ഉണ്ടായിരുന്ന ചാനലിൽ എനിക്കെതിരെ ഒരുത്തം വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും 40,000 വ്യൂസ് ആയിട്ട് 2 ദിവസം കൊണ്ട് മാറി. അപ്പോൾ പിന്നെ അവൻ അടങ്ങിയിരിക്കുമോ? ഇതാണ് ഒരു തന്ത്രം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, പ്രിയമുള്ളവരെ, ഏതായാലും ഇത് നിങ്ങളിനി 6 കാര്യങ്ങളാണ് കാണുന്നത്. ഇങ്ങനെ തനിക്കെതിരെ വരുന്ന വിമർശനങ്ങളെയെല്ലാം നിഷേധാത്മകമായി, ഒന്നെങ്കിൽ അസൂയ കൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആകാൻ വേണ്ടി, ഇങ്ങനെ പലവിധ കാരണങ്ങളിലൂടെ മാരിയോ ഓപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാരിയോയ്ക്ക് ഈ വിമർശനങ്ങളിലുള്ള നന്മയെ കണ്ടെത്താൻ കഴിയില്ല. ഞാൻ പറയുന്നില്ല എല്ലാ വിമർശനങ്ങളും ജെന്യുവിനാണെന്നോ നന്മയുള്ളതാണെന്നോ പറയുന്നില്ല. അസൂയയിൽ നിന്നും മറ്റനേകം കാരണങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ വരാം. പക്ഷേ എല്ലാ വിമർശനങ്ങളെയും ഈ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ, ഈ വിമർശനങ്ങളിലൂടെ ദൈവം മാരിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വിമർശനങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തേണ്ട നന്മകളെ കണ്ടെത്താൻ പറ്റില്ല. വിമർശിക്കപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രവാചക സ്വരത്തിൽ വിമർശിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകുക. നമ്മൾ എത്ര വലിയ ഉന്നതനാണെങ്കിലും നമുക്ക് വീഴ്ച വരാം, ആത്മീയ അഹങ്കാരത്തിലേക്ക് വീണു പോകാം. ഇപ്പം മാരിയോ ആദ്യത്തെ പാർട്ടിയിൽ പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് മാരിയെ വളരെയധികം ഉയർത്തി. ശരിയാണ്, മാരിയോയ്ക്ക് ജന്മനാ തന്നെ ഒരു വലിയ ടാലൻ്റ് ഉണ്ട്. അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് മാരിയെ ആഗോള സഭയിലെ വലിയൊരു സുവിശേഷകനായി ഉയർത്തിയെങ്കിൽ, അതേപോലെ തന്നെ അപകടമാണ് മാരിയയിൽ വലിയ ആത്മീയ അഹങ്കാരം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത്. മാരിയോയിലുണ്ടോ എന്നുള്ളതല്ല, മാരിയുടെ വൈഫിൽ അതുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല. ഞാൻ അവരുമായിട്ട് ഇതേപോലെ തന്നെ ഒരു വിഷയത്തിൽ എനിക്ക് വന്നൊരു കൺസേൺ സംസാരിക്കാനായിട്ട് അന്ന് എനിക്ക് അവൈലബിളായ നമ്പറിൽ ഫോൺ വിളിച്ചപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ആ കാലഘട്ടത്തിൽ അതിഭയങ്കരമായ ആത്മീയ അഹങ്കാരത്തിലായിരുന്നു ആ സഹോദരി എന്ന് മനസ്സിലാവും. അതാണ് പിന്നീട് വീഡിയോ ആയിട്ടൊക്കെ വന്നത്. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എത്ര ഉന്നതങ്ങളിലേക്ക് ദൈവം നമ്മളെ വളർത്തുന്നു അത്രയും എളിമയിലാകാൻ ശ്രമിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വിവേചനത്തിൻ്റെ ആത്മാവിനെ തരും. ഇനി മാരിയെ വളരെ അസൂയയോടെ വിമർശിച്ചു കൊണ്ടുവരുന്ന വ്യക്തികൾ പോലും മാരിയോയുടെ യഥാർത്ഥമായ എളിമയിലും സ്നേഹത്തിലുമുള്ള പെരുമാറ്റത്തിലൂടെ ആത്മീയമായി അവരെ വളർത്താനും തിരുത്താനും പോലുള്ള സാധ്യതയാണ് ദൈവം ഒരുക്കുന്നത്. പലപ്പോഴും അതിരൂക്ഷമായ വിമർശനവും വെറുപ്പുമൊക്കെ ഒരു വ്യക്തിയിൽ മാരിയോയ്ക്കെതിരെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം പോലും, ദൈവം അനുവദിക്കുന്ന അതിൻ്റെ ലക്ഷ്യം പോലും മാരിയയിലൂടെ ആ വ്യക്തിയിലേക്ക് എന്തെങ്കിലും മെസ്സേജ് ദൈവം നൽകാനായിരിക്കും. അതിന് പകരം നിഷേധാത്മകമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല മാരിയോ. ഇനി എന്തിനാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും എനിക്ക് മനസ്സിലായത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ലാഞ്ഞിട്ടായിരിക്കും. ഐ റിപ്പീറ്റ്, ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും മനസ്സിലാക്കണമെന്നില്ല. ചിലർ എനിക്ക് ഇവന് വേറെ പണിയൊന്നുമില്ല, എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം ഇതിൻ്റെ മുമ്പുള്ള ഒരു ആരോപണം കേൾക്കാത്ത ആളാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോഴും നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കും, കുറ്റപ്പെടുത്തലുകൾ നടത്തും, മോശമായി പറഞ്ഞ് നടത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവരോട് നമ്മൾ പൂർണ്ണമായി ക്ഷമിക്കും, കാരണം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ആരോപണങ്ങൾക്കുള്ള മറ്റൊരു കാരണം അഹങ്കാരം മൂത്ത ജനങ്ങളാണ്. അതായത് നിങ്ങൾ തന്നെ കണ്ടു കാണും, ഈ മേത്തൻ സമുദായത്തിൽ നിന്ന് വന്ന, മേത്തൻ എന്ന് പറഞ്ഞാൽ കളിയാക്കി വിളിച്ചതാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അതിൻ്റെ ഒറിജിനൽ അർത്ഥം മേൽത്തരക്കാരൻ എന്നാണെന്നാണ്. അപ്പോൾ മേൽത്തരക്കാരൻ സമുദായത്തിൽ നിന്ന് വന്ന ഇവൻ
നമ്മളെ പഠിപ്പിക്കാൻ ആരാണ്? നമുക്ക് വൈദികരില്ലേ, നമുക്ക് ബിഷപ്പ്മാരില്ലേ, നമുക്ക് ആർച്ച് ബിഷപ്പ്മാരില്ലേ, നമുക്ക് കർദിനാൾമാരില്ലേ, നമുക്ക് മാർപ്പാപ്പയില്ലേ, പിന്നെ ഇവനാരടാ നമ്മളെ പഠിപ്പിക്കാൻ? ഒരു തരം അഹങ്കാരം കൊണ്ടാണ് ഞാൻ എന്ത് പറയുമ്പോഴും അതിനെ പിച്ചി ചീന്തി വ്യാഖ്യാനിച്ച് കുറ്റപ്പെടുത്തി നാണം കെടുത്താൻ നടക്കുന്ന ഒരു ശ്രമം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാകാം, തെറ്റാകാം, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. മറ്റൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത് കടുത്ത ജാതിവെറിയാണ്. അതായത് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിച്ച് എന്നെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും അറപ്പോടെ എൻ്റെ പേരൊക്കെ ഉച്ചരിക്കാനും ഒരുപാട് സുവിശേഷകർ തുനിയുന്നതിൻ്റെ പ്രധാന കാരണം കടുത്ത ജാതിവെറിയാണ്. അതായത് ഇവർക്ക് ഇസ്ലാമോഫോബിയ ഇങ്ങനെ വളർന്ന് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാം മതത്തിൽ ജനിച്ചു പോയി എന്നതുകൊണ്ട് എന്നെയും വെറുക്കുന്നു. ഐ റിപ്പീറ്റ്, ഞാൻ ജനിച്ചു പോയി അവിടെ. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ചോയ്സ് അല്ല. എനിക്ക് ബോധം വെച്ച് 18 വയസ്സ് കഴിഞ്ഞപ്പോഴേ ഞാൻ അവിടുന്ന് മാറിയ ഒരാളാണ്. പക്ഷേ എങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇവൻ എങ്ങനെ പോയാലും അത് തന്നെയാണെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് കടുത്ത ജാതി വരികയാണ്. അതിനകത്ത് ഒരു ദൈവികതയില്ല. പിന്നെ എന്നെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ കുറേ മുസ്ലിമീങ്ങളെ കാണാം. അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നെ ഉപദ്രവിക്കാൻ മുസ്ലിമീങ്ങൾ തുനിഞ്ഞിറങ്ങുന്നതിൻ്റെ കാരണം ഞാൻ അവരുടെ മതത്തിൽ നിന്ന് മാറി ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പം നേരത്തെ പറഞ്ഞതെല്ലാം നമ്മുടെ സ്വന്തം സമുദായത്തിൽ, ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ള ഉപദ്രവത്തെക്കുറിച്ചാണ്. കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ ഉപദ്രവമുണ്ട്. അതുകൂടാതെ നിരീശ്വരവാദികൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കൽ ഡോക്ടർ സൗമ്യ സെറിൻ എന്തോ ഏവ്പ്രാസി അമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തോ ഒരു സയൻറ്റിഫിക്കലി റോങ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അവരുടെ സയൻറ്റിഫിക്കൽ കാഴ്ചപ്പാട് തെറ്റാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടേണ്ടി വന്നു. അത് ഈ നിരീശ്വരവാദികളെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു. എന്തിനേറെ അവർ വിവരാവകാശ കമ്മീഷനിൽ എനിക്കെതിരെ ഒരു കേസ് വരെ കൊടുത്തെന്നുള്ളതാണ്. അപ്പം നോക്കിയ കുറച്ച് നിരീശ്വരവാദികളും കുറേ മുസ്ലിമീങ്ങളും പിന്നെ കുറേ കത്തോലിക്കരും അകത്തോലിക്കരുമായ സഹശുശ്രൂഷകർക്ക് ഉണ്ടായ ചില പ്രശ്നങ്ങളുമെല്ലാം ചേർന്നാണ് എന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു പരുവത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടുവന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ അറിവില്ലാതെ ഒരു രോമം പോലും കൊഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിക്കുന്നതിന് പിന്നിൽ ദൈവത്തിന് എന്തോ നല്ലൊരു ലക്ഷ്യവും പദ്ധതിയും ഉണ്ട് എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു സംശയവുമില്ലാതെ മാരിയോയുടെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് എന്ന് എനിക്ക് വ്യക്തമായി എനിക്ക് പറയാൻ പറ്റും. ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ദൈവനാമത്തിൽ ആണ് മാരിയോയുടെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പം മാരിയോയ്ക്ക് ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. പക്ഷെ മാരിയോ ഇങ്ങനെ റോക്കറ്റ് പോകുന്നത് പോലെ പോവുകയാണ്. ദൈവം തന്ന താലന്തുകളും മാരിയോയുടെ ജന്മനായുള്ള താലന്തുകളും എല്ലാം ഉപയോഗിച്ച് റോക്കറ്റ് പോകുന്ന പോലെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാരിയോയ്ക്ക് ഒരു ശക്തമായ ബ്രേക്ക് ആവശ്യമാണ് എന്ന ദൈവത്തിൻ്റെ തിരിച്ചറിവ് കൊണ്ടായിരിക്കാം എന്നെപ്പോലെയുള്ള ഒന്നുമല്ലാത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ടൊക്കെ സംസാരിക്കുന്ന എന്നെപ്പോലുള്ള ഒരാളെ ദൈവം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തു ആകട്ടെ, ഇവിടെ മാരിയോ താങ്കൾ മനസ്സിലാക്കേണ്ടത്, താങ്കൾ ഈ പറഞ്ഞ ആറ് പോയിന്റുകൾ ഒക്കെ ഉണ്ടാകാം, പക്ഷെ എല്ലാവരും അങ്ങനെയാണ് എന്ന് താങ്കൾ വിചാരിക്കരുത്. കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്ന, സഭയിൽ ഒരു പ്രശസ്തിയും ആഗ്രഹിക്കാതെ എന്നാൽ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അനേകം ശുശ്രൂഷകർ സഭയിലുണ്ട്. അവരൊരിക്കലും താങ്കൾ വിചാരിക്കുന്നത് പോലെ താങ്കൾ ഫേമസ് ആയതിൻ്റെ പേരിൽ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ താങ്കളുടെ യൂട്യൂബ് ചാനൽ ഫേമസ് ആക്കാൻ വേണ്ടിയോ ഇതൊന്നും അല്ല. കാരണം താങ്കളുടെ പ്രവർത്തനങ്ങൾ സഭയ്ക്കും സഭാമക്കൾക്കും ചില സംശയങ്ങളും തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന തിരിച്ചറിവിൽ നിന്നുള്ള വേദനയിൽ നിന്നാണ് നല്ലൊരു ശതമാനം ആളുകളും പ്രതികരിക്കുന്നത്. അല്ല താങ്കളെ വിറ്റ് ജീവിക്കാനോ താങ്കളുടെ പേര് പ്രശസ്തനാകാനോ ഒന്നുമല്ല. താങ്കൾ എന്നോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ വിഷയം, ഞാൻ താങ്കൾ എന്നോട് പറഞ്ഞല്ലോ കൺസേൺ ഉള്ള ആളുകൾ വരിക, സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ഏതായാലും ഞാൻ താങ്കൾക്കെതിരെ വിട്ട ഒരു വീഡിയോ ഏകദേശം 1,00,000 പേരുടെ അടുത്ത് കണ്ടു കഴിഞ്ഞു. 99,000 മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു. എന്തോ ഞാൻ താങ്കൾക്കെതിരെ ചെയ്ത ചില വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ വൈറലായത്. ആ വീഡിയോ വന്നതിന് ശേഷം പെട്ടെന്ന് താങ്കളുടെ ആ ഒരു സുവിശേഷ മേഖലയിൽ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ വന്നതിന് ശേഷം താങ്കൾ കണ്ടില്ല എന്ന് പറഞ്ഞു, പക്ഷേ താങ്കൾ പറഞ്ഞു ഞാൻ ഇനി വചനപ്രഘോഷണം നിർത്തുകയാണ്. താങ്കൾ ശരിക്കും അന്നേരം ഞാൻ പറഞ്ഞു വചനപ്രഘോഷണം നിർത്തുന്നതാണ്. പക്ഷേ താങ്കൾ വചനപ്രഘോഷണം നിർത്തുക എന്ന് പറഞ്ഞാൽ എന്നത്തേക്കും നിർത്തുക എന്നുള്ളതല്ല. താങ്കൾ ക്രിസ്ത്യാനിയാണെങ്കിൽ വചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. താങ്കൾക്ക് അത് നിർത്താൻ പറ്റില്ല. പക്ഷെ താങ്കൾ എന്ത് ചെയ്യണം? താങ്കളുടെ വചനപ്രഘോഷത്തിൽ എന്തെങ്കിലും കുറവുകളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ താങ്കൾ അത് തിരുത്താൻ തയ്യാറാണ്. താങ്കൾ എന്നോട് സംസാരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ കൃത്യമായിട്ട് എവിടെയൊക്കെയാണ് താങ്കളുടെ വചനപ്രഘോഷണത്തിൻ്റെ പ്രശ്നങ്ങൾ, എവിടെയൊക്കെയാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളുമായി ചേർന്ന് പോകാത്ത
പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. താങ്കൾ പറയുന്ന കാര്യങ്ങൾ താങ്കൾ മനസ്സിൽ എന്തുദ്ദേശിച്ചു എന്നതുള്ളതല്ല സോഷ്യൽ മീഡിയയിൽ പ്രധാനം. താങ്കൾ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ കേൾവിക്കാർ ഗ്രഹിക്കുമെന്നും എങ്ങനെ അതെടുക്കുന്നു എന്നതുമാണ് പ്രധാനം. ഒരേ സമയം തന്നെ താങ്കൾ പറയുന്ന ചില കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കും പ്രബോധനങ്ങൾക്കും വിരുദ്ധമായി വരുന്നുണ്ട്. കത്തോലിക്ക സഭ ഡിപ്ലോമാറ്റിക് ആയിട്ട് താങ്കൾ തന്നെ പറഞ്ഞ സ്നേഹത്തിൻ്റെ സിനഡാലിറ്റിയെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞില്ലേ, ആ സിനഡാലിറ്റിയുമായൊക്കെ ആ ഒരു അപ്രോച്ചിലൂടെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാതെ ഒരു സ്നേഹത്തിൻ്റെ സമീപനത്തിലൂടെ സുവിശേഷം നൽകാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളെ താങ്കൾ എടുത്തിട്ട് അത് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ യഥാർത്ഥ നിലപാടാണെന്ന് കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ആ കുട്ടികൾക്ക് താങ്കൾ എടുത്ത ക്ലാസ്, പ്രേമത്തെക്കുറിച്ച് താങ്കൾ എടുത്ത ക്ലാസ്, ഇത് കത്തോലിക്ക സഭയുടെ നിലപാടല്ല. അതിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് താങ്കൾ തയ്യാറാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. ഏതായാലും താങ്കൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ താങ്കൾ പറയുന്ന പല വിഷയങ്ങളിലും പ്രശ്നമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വളരെ വ്യക്തമായ നിലപാടാണ് അള്ളാഹുവും യഹോവയാണോ എന്നെടുത്ത കാര്യത്തിൽ. ഇനിയാണ് താങ്കളും ഞങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര ഓപ്പണായിട്ട് പറയാറില്ല. ഈ ചില അപ്പോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് അബ്രഹാം അല്ല ഇബ്രാഹിം, മൂസാ നബി അല്ല മോശ, ദാവൂദ് നബി അവർ പറയുന്ന പേര് ഞാൻ മറന്നുപോയി, അവരല്ല എന്നും പറയുന്നത്. ബൈബിളിലെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ വ്യക്തികളെ, ബൈബിളിലെ ഹിസ്റ്റോറിക്കൽ പേഴ്സണുകളെ, പ്രവാചകന്മാരെ, ദൈവപുരുഷന്മാരെയൊക്കെ എടുത്തിട്ട് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായി വെച്ചൊരു കഥയുണ്ടാക്കി. ആ കഥ വെച്ച് തൻ്റെ ദൈവത്തിന് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം പണ്ട് താങ്കൾ പറഞ്ഞ ബിജു തെക്കേടത്ത് എന്ന് പറയുന്ന മേരി ഓഫ് ഇമാക്കുലേറ്റ് മേരി എന്ന് പറയുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്തും ഒക്കെയായ ഒരു വിധാനഗുരുവായി നടക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ്, രസകരമായൊരു പോസ്റ്റാണ്. ഞാനും സന്തോഷ് ടീയും ആലഞ്ചേരി പിതാവും ഒക്കെ കൂടി കേരളത്തിലെ യുവാക്കളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഇന്ന അഭിപ്രായം പറഞ്ഞു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ്. എങ്ങനെയുണ്ട്? ഇതുപോലത്തെ തന്ത്രങ്ങൾ ഒക്കെ ഉപയോഗിക്കാൻ ആളുകൾക്ക് സാധിക്കും. ഉദാഹരണം ഞാൻ പറയണം, ഞാനും പിണറായി വിജയനും നമ്മുടെ ഏതെങ്കിലും ഒരു മന്ത്രിമാരും MLA ഒക്കെ കൂടിയിരുന്ന് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞു. പിണറായി വിജയന് അതിന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു. എങ്ങനെയുണ്ടാവും? ഇങ്ങനൊരു സംഭവം പോലും നടന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ പിണറായി വിജയനുമാക്കി സംസാരിക്കുന്ന വലിയൊരാളാണെന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള അപ്രോച്ചുകൾ പലപ്പോഴും താങ്കളുടെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. സത്യസന്ധമായിട്ട് താങ്കൾ വളരെ ഫേമസ് ആണ്, അതൊക്കെ സത്യസന്ധമാണ്. പക്ഷേ താങ്കളുടെ അനേകം ക്ലിപ്പുകൾ സന്ദർഭത്തിൽ നിന്നെടുത്ത് അവതരിപ്പിച്ചു എന്ന് പറയുന്ന ക്ലിപ്പുകൾ തന്നെ പ്രശ്നങ്ങളുള്ളതാണ്. ഇനി ക്ലിപ്പല്ലാതെ താങ്കൾ ഇറക്കിയ ഒരു വീഡിയോ, കന്യാകുമാരിയിൽ പോയി ഒരു വൈദികൻ സെക്കുലറിസം അല്ലെങ്കിൽ യൂണിവേഴ്സലിസം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു ദേവാലയം പണിയുകയും അവിടെ അള്ളാഹുവിനെയും ഹിന്ദുക്കളുടെ ഓമിനെയും യേശുക്രിസ്തുവിനെയൊക്കെ ഒന്നിച്ചു വെച്ച് അർപ്പിച്ച ഒരു രീതിയുണ്ട്. അതിനെ ഞാൻ അന്ന് അഡ്രസ്സ് ചെയ്ത് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താങ്കൾ തിരുത്തേണ്ടതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയെ വളച്ചൊടിച്ച് നമ്മുടെ CMI സഭയുടെ ദർശന ധ്യാന കേന്ദ്രത്തിൽ പോലും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ ഇല്ല, ഗ്രില്ലയിൽ ഗോഡെന്ന് എഴുതിയിരിക്കുന്നു. താഴോട്ട് ഇങ്ങനെ ഒരു കിരണങ്ങൾ വരുന്നു. ഒരു സ്ഥലത്ത് കുരിശ്, ഒരു സ്ഥലത്ത് ഓമ്, ഒരു സ്ഥലത്ത് ചന്ദ്രക്കലയൊക്കെ ആയിട്ട് ഒരു എംബ്ലം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആൾ വിമർശനത്തിന് ശേഷം CMI സഭക്കാർ അത് എടുത്തു മാറ്റി. അപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയെ വളരെയധികം തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ടാണ് കർത്താവായ യേശു എന്ന് പറഞ്ഞ ചാക്കിലെ ലേഖനം ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് ഇറക്കേണ്ട വന്നത്, അല്ലെങ്കിൽ ഇറക്കിയത്, വിശ്വാസ തീർസംഘം ഇറക്കിയത്. അപ്പോൾ താങ്കൾ ഹൈലി ഇൻ്റലക്ച്വലാണ്. പക്ഷേ ഈ ഇൻ്റലക്ച്വല് ഞാൻ തുറന്ന് ഞാൻ പറയുകയാണ്, ഈ ഇൻ്റലക്ച്വൽ പ്രക്രിയയിൽ വിസ്ഡം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കേണ്ട ഒരു വിസ്ഡമുണ്ട്. ഈ വിസ്ഡവും നമ്മുടെ ബുദ്ധിപരമായ നോളേജും തമ്മിൽ ഫോക്കസ് ചെയ്യുമ്പോൾ
എപ്പോഴും വിസ്റ്റം മോളിൽ നിന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വരും. ഇന്ന് അനേകം വൈദ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു യൂട്യൂബ് വീഡിയോ ചെയ്യാനിരുന്നത് അരുൺ കളവന്താനിയിൽ എന്ന് പറയുന്ന ഒരു വൈദികൻ ക്ലബ് ഹൗസ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ ഡോക്മകൾക്കെതിരായി പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു. അരുൺ കളമറ്റത്തിൽ. അപ്പോൾ അദ്ദേഹം ഒരു കത്തോലിക്ക വൈദികനായതുകൊണ്ടും പാലക്കാട് രൂപതയിലൊരു വൈദികനായതുകൊണ്ടും അദ്ദേഹത്തെ വാട്സപ്പിൽ ഞാൻ അദ്ദേഹത്തിന് മെയിൽ അയച്ചു, വാട്സപ്പ് നമ്പർ തരിക. അദ്ദേഹം പറഞ്ഞത് വളരെ തെറ്റായ രീതിയിൽ ആളുകൾ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വളരെ കൃത്യമായ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ ഇരുന്നതാണ്. അപ്പം അതിനകത്ത് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടല്ല, ഇപ്പം പറഞ്ഞ പോളിജെനിസിസ് എന്ന പൊസിഷൻ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പൊളാറോൺ മാർപ്പാപ്പയുടെ ഹ്യൂമാനിജെനിസിസ് എന്ന് പറയുന്ന ചാക്രിയ ലേഖനത്തിൽ അങ്ങനെ സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. ഒരു കത്തോലിക്ക വിശ്വാസിക്ക് പോളിജെനിസിസ് എന്ന പൊസിഷൻ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. കാരണം അത് സഭയുടെ നിരവധി ഡോഗ്മാറ്റിക് തിയോളജിയെയും ഡോഗ്മകളെയും വയലേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെ സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണ്? വളരെ പ്രശസ്തനായ റോമിലുള്ള പൊന്തിഫിക്കൽ സെമിനാരിയിൽ വരെ പഠിക്കുന്ന പാലക്കാട് രൂപതയിലെ വളരെ പ്രമുഖനായ യൂട്യൂബിലൊക്കെ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഈ വൈദികൻ വളരെ തെറ്റിദ്ധാരണമായ ഒരു സംശയത്തിന് നിഴലുണ്ടാക്കി. ഇനി വേറൊന്ന് അദ്ദേഹം പറഞ്ഞ് വളരെ സ്വീകാര്യമാണ്. എന്താണ്? പോളിജെനിസിസ് എന്നൊരു പൊസിഷൻ ഒരു വ്യക്തി വിശ്വസിച്ചാൽ അതിൻ്റെ പേരിൽ അവൻ്റെ രക്ഷയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ബാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ അത് വളരെ ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു വീക്ഷണമാണ്. കാരണം കത്തോലിക്ക സഭയുടെ ചില കാനോൻ ലോയിൽ പറഞ്ഞിട്ടുണ്ട്, കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും ഒരു ഡോഗ്മയെ ഒരു വ്യക്തി ഒരു കത്തോലിക്കൻ വിശ്വസിക്കാതിരുന്നാൽ അക്കാരണത്താൽ തന്നെ അവൻ കത്തോലിക്ക സഭയുടെ പുറത്താണ് എന്ന് പറയുന്ന ഒരു കാനോനുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അത്രയും പഠനത്തിലൂടെ ആണല്ലോ വളരുന്നത്. അത്രയും ഡീപ്പായിട്ട് പോകാനുള്ള നോളജ് എനിക്കില്ല. അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കൂടിയ തലങ്ങളിലേക്കൊക്കെ പോകേണ്ടത്. അപ്പോൾ അച്ഛനുമായിട്ട് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അച്ഛൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ കിട്ടുവാണെങ്കിൽ അച്ഛനുമായിട്ട് അച്ഛൻ സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അച്ഛന് എതിരെ വളരെ വ്യക്തതയോടുകൂടിയ ശക്തമായ വിമർശന വീഡിയോകൾ വരും. അതല്ല, അച്ഛൻ സംസാരിക്കുകയും അച്ഛൻ അതിനെ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. നമ്മൾ സന്തോഷം. കാരണം നമ്മൾ എന്നെ അല്ലല്ലോ കത്തോലിക്ക സഭയുടെ ആത്മാക്കളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്, വൈദികരെ ബിഷപ്പുമാരെ അല്ലേ, അവരാണല്ലോ ആത്മാക്കളുടെ ചുമതല. അപ്പോൾ നമ്മൾ തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നിയാൽ അത് ക്ലാരിഫൈ ചെയ്യുക, അത് കറക്റ്റ് ചെയ്യുക, അതിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുക, ഇത്രയും നമ്മുടെ ഉത്തരവാദിത്തമുള്ളൂ. അപ്പോൾ മാരിയോ ജോസഫ്, താങ്കൾ ഇവിടെയാണ് താങ്കൾ തിരുത്തേണ്ടത്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഈ വിമർശനങ്ങളെ താങ്കൾ പറഞ്ഞ പോലെ ഇമോഷണലി എടുക്കാതിരിക്കുക. താങ്കൾ ദൈവസ്നേഹത്തിലായിരുന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. താങ്കളുടെ മനസ്സാക്ഷിയിൽ താങ്കൾ ചെയ്യുന്നത് സത്യമാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ ദൈവത്തിൽ ആശ്രയിച്ച് വിമർശനങ്ങളെ കേൾക്കുക. അവിടെ താങ്കൾ ഇമോഷണൽ ആകേണ്ട യാതൊരു ആവശ്യവുമില്ല. ആളുകൾ പലതരത്തിലാണ്. ചിലപ്പോൾ പിശാചുക്കൾ താങ്കൾക്കെതിരെ വരും. ഉറപ്പായിട്ടും താങ്കൾ ദൈവത്തിലാണെങ്കിൽ 100% പിശാചുക്കൾ താങ്കൾക്കെതിരെ വരും. നിങ്ങൾ ഈ ലോകത്തിൽ എന്നെ പ്രതി പീഡനങ്ങളും അവഹേളനങ്ങളും സഹിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിരവധിയായി സംഭാവിച്ചിരിക്കുന്നല്ലേ ബൈബിളിൽ പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കണം. ഓരോ വിമർശനങ്ങളും താങ്കൾ സന്തോഷിക്കണം. താങ്കൾ ഇമോഷണൽ ആകുന്നുണ്ടെങ്കിൽ, താങ്കൾ ഇമോഷണലി ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആണ് ഒന്നാമത്തെ അടയാളം. ബഹുമാനപ്പെട്ട മാരിയോ, താങ്കളിൽ പ്രശ്നമുണ്ട് എന്നുള്ളതിന്. വിമർശനങ്ങളിൽ താങ്കൾക്ക് ഇമോഷണലി ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, താങ്കളുടെ ഈഗോസിനെ ഹർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം താങ്കളിൽ അഹങ്കാരമുണ്ടെന്നുള്ളതാണ്. താങ്കൾ എളിമയാണ് താങ്കളിലുള്ളതെന്നുണ്ടെങ്കിൽ ഓരോ വിമർശനം വരുമ്പോഴും അത് തെറ്റായ വിമർശനമാണെങ്കിലും പിതാവെ ഇവർ ചെയ്യുന്നത് അറിയുന്നില്ലല്ലോ, ഇവരോട് ക്ഷമിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് താങ്കളിൽ നിന്ന് വരിക. അല്ലെങ്കിൽ താങ്കളെ അത് സ്പർശിക്കുക പോലുമില്ല. പിന്നീട് താങ്കൾ ചില വിമർശനങ്ങൾക്ക് താങ്കൾ മറുപടി പറയും. താങ്കളുടെ മിനിസ്ട്രിയെ ബാധിക്കുന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളാണെങ്കിൽ ആ മിനിസ്ട്രിക്ക് വേണ്ടി താങ്കൾക്കെതിരെ വരുന്ന വ്യക്തിപരമായ ചില കാര്യങ്ങൾക്കൊക്കെ താങ്കൾ മറുപടി പറയും. എന്നാൽ വിമർശനങ്ങളെ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ താങ്കൾ അതിനെ അവഗണിച്ച് കളയും, ദൈവത്തിന് വിട്ടുകൊടുക്കും. അപ്പം പലപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു താങ്കളെ വളരെ ഉന്നതമായ താങ്കളൊരു സുവിശേഷകൻ ആകുക, ലോകപ്രശസ്തനായ ഒരു സുവിശേഷകൻ ആകുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മഹാവിശുദ്ധനായി തീരുക എന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ദൈവം അയോഗ്യരെയാണ് തൻ്റെ സ്ഥാനത്തേക്ക് ഉപയോഗിക്കുന്നത്. താങ്കളുടെ യോഗ്യത കൊണ്ടല്ല, താങ്കൾ അയോഗ്യനായതുകൊണ്ടാണ് താങ്കളെ പലപ്പോഴും ഇത്രയും ഉന്നതങ്ങളിലേക്ക് എത്തുന്നത്.
താങ്കൾ ഈ യാത്രയിലൂടെ താങ്കളിൽ നിന്ന് ദൈവം വലിയ വിശുദ്ധി പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഇത്ര ഉന്നതമായ ആരോപണങ്ങളും അഹങ്കാരത്തിൻ്റെ മേഖലകളുമൊക്കെ താങ്കൾ ഉണ്ടാക്കുന്നത്. പരുന്ത് നീന്ത് പഠിപ്പിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെയാണ്, അല്ല നീന്ത് പഠിപ്പിക്കുന്നത്. താങ്കൾക്ക് നീന്തറിയില്ലെങ്കിൽ കുളത്തിൽ കൊണ്ടുപോയിട്ട് താങ്കളെ നീന്തിക്കും. നല്ലപോലെ നീന്ത് പഠിച്ചു കഴിയുമ്പോൾ താങ്കളെ അവിടെ നിന്ന് മാറ്റും. കാരണം ഇനി താങ്കൾ അപ്പം മിനിസ്ട്രി പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവം താങ്കളെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി താങ്കളെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വളർത്തുക എന്നതാണെന്ന് താങ്കൾ തിരിച്ചറിയുക. ഇങ്ങനെ താങ്കളുടെ അപ്രോച്ച് മാറിക്കഴിഞ്ഞാൽ താങ്കളുടെ ഓരോ ശുശ്രൂഷയെയും താങ്കൾ സെൽഫായിട്ട് ഞാൻ ദൈവമഹത്വത്തിന് വേണ്ടിയാണോ ചെയ്തത്, ദൈവത്തെ മഹത്വപ്പെടുത്തുക, എൻ്റെ മുന്നിൽ വരുന്നിരുന്ന ആത്മാക്കളെ നേടുക എന്നതല്ല, ഞാൻ ചെയ്തത് പൂർണ്ണമായും ദൈവ തിരുവേഷണമാണോ, ദൈവമഹത്വമാണോ ഞാൻ ലക്ഷ്യം വെച്ചത്. ആത്മാക്കളെ നേടുക നേടാതിരിക്കുക എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവത്തിന്, അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകളെ നേടാൻ ദൈവത്തിന് ആരിലൂടെ സാധിക്കും, എന്നിലൂടെ സാധിക്കും, മറ്റാരിലൂടെ സാധിക്കും, അല്ല നേരിട്ട് സാധിക്കും. അപ്പം എൻ്റെ മുന്നിൽ അവരെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ആത്യന്തികമായി അവർക്ക് എന്നിലൂടെ ദൈവം നന്മ നൽകുന്നുണ്ടോ, അതിനേക്കാൾ ഉപരി എന്നെ വളർത്താനാണെന്ന തിരിച്ചറിവാണ് പ്രിയപ്പെട്ട മാരിയോ താങ്കൾക്കുണ്ടാകേണ്ടത്. മാരിയോ, ഞാൻ ഒരിക്കലും താങ്കളോടുള്ള അസൂയയോ വെറുപ്പോ ദേഷ്യമോ ഒന്നും കൊണ്ടല്ല. താങ്കളോട് എനിക്ക് അഗാധമായ സ്നേഹമാണ്. ഞാൻ വിമർശിക്കുന്ന എല്ലാ വ്യക്തികളോടും അഗാധമായ സ്നേഹമാണ്. പക്ഷേ വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ ദൈവം എൻ്റെ വിളിക്കുള്ള വിളിയായിട്ട് ചില കുറവുകൾ ദൈവം എനിക്ക് കാണിച്ചു തരും. അപ്പം ഞാൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ മാത്രമാണ് താങ്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും താങ്കളുടെ ഈ വീഡിയോ പരമ്പരയിലുള്ള എല്ലാ വീഡിയോകളും വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം കേൾക്കും. ഇതുവരെ ഞാൻ താങ്കളുടെ വീഡിയോകളൊന്നും അങ്ങനെ കാണാറില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഈ വീഡിയോ പരമ്പര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ വ്യക്തമായ ഒരു നിലപാടാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഇനി താങ്കൾ പറഞ്ഞ ഈസാ നബിയും ഖുറാനിലെ ഈസാ നബിയും വിശുദ്ധ ബൈബിളിലെ യേശു ക്രിസ്തു ഒരാളാണോ എന്ന ചോദ്യത്തിൽ അതൊരാൾ തന്നെയാണ്. എന്നാൽ ആ ബൈബിളിലെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മുഹമ്മദ് നബി കുറേ നുണകൾ കൂട്ടിച്ചേർത്ത് ഒരു വ്യക്തിയെ വളരെ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്ന അപ്രോച്ച് ഒരു പരിധിവരെ ഞാൻ പറയാം, ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി എന്ന ഒരു കാട്ടറബി തൻ്റെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു വ്യാജ മതത്തിനെ ഹൈപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി അന്ന് അവൈലബിൾ ആയിരിക്കുന്ന മറ്റു മതങ്ങളിലെ ദൈവങ്ങളെയെല്ലാം അല്ലെങ്കിൽ കഥകളെയെല്ലാം കൂട്ടുപിടിച്ച് ഒരു വ്യാജ കഥപുസ്തകം ഉണ്ടാക്കിയതാണ് ഖുറാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്കളത് വളരെ മനോഹരമായി താങ്കളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈസാ നബിയും യേശു ക്രിസ്തു ഒരാളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഒരു ക്രിസ്ത്യാനി കൃത്യമായി പറയേണ്ടത്. കാരണം നമ്മൾ എങ്ങനെയാണ് മാരിയോ യേശു ക്രിസ്തുവിനെ അറിയുന്നത്? ഓക്കെ, യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ യേശു ക്രിസ്തു ചരിത്രപുരുഷനാണെന്നൊക്കെ ചോദിച്ചാൽ കുറച്ചൊക്കെ തെളിവുകൾ സെക്കുലർ വേൾഡിൽ അബ്രഹാം ഇസഹാക്കിനെ കുറിച്ചൊക്കെ എന്ത് തെളിവാണ് ഉള്ളത്? വിശുദ്ധ ബൈബിളിലൂടെ അല്ലേ നമ്മൾ അബ്രഹാത്തിനെ ഇസഹാക്കിനെ അറിയുന്നത്? മുസ്ലിങ്ങൾ അബ്രഹാത്തിനെയും ഇസഹാക്കിനെയും ഇബ്രാഹിം നബിയൊക്കെ അറിയുന്നത് ഖുറാനിലൂടെയാണ്. അതിനപ്പുറത്തേക്ക് സെക്കുലർ തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഖുറാനിൽ അവതരിപ്പിക്കുന്ന ഇബ്രാഹിം നബി അല്ലെങ്കിൽ മൂസ നബി എന്ന് പറയുന്ന ആ ദൈവിക വെളിപാട്, അവർ അവകാശപ്പെടുന്ന അള്ളാഹു നൽകിയതെന്ന് പറയുന്ന ആ വെളിപാടിൽ വരുന്ന കഥാപാത്രമല്ല നമ്മൾക്ക് ദൈവം തന്ന വെളിപാടായ ബൈബിളിലുള്ള അബ്രഹാത്തിനെയും ഇസഹാക്കിനെയും കുറിച്ചുള്ള അറിയിപ്പ്. ഇത് രണ്ട് തരം വ്യക്തികളാണ്, രണ്ട് വ്യക്തികളാണ്. കാരണം ഇതല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നു, അബ്രഹാം ജീവിച്ചിരുന്നു എന്നതിന് കൃത്യമായ സെക്കുലറായ വാലിഡായ തെളിവുകളൊന്നുമില്ല. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് ലഭിക്കുന്ന തെളിവ്, ഇനി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മുസ്ലിങ്ങൾക്ക് ഖുറാനിലൂടെ വരിക്കുന്ന തെളിവ്, ഈ രണ്ട് തെളിവുകൾ വരുമ്പോൾ ഇതിലേതാണ് ശരിയെന്ന് മാറ്റുരയ്ക്കുമ്പോൾ നമ്മൾ പറയാണ് വിശുദ്ധ ബൈബിളിലെയാണ് ശരി, ഖുറാനിലെ തെറ്റാണ്. മുസ്ലിം പറയും ഖുറാനിലെയാണ് ശരി, ബൈബിളിലെ തെറ്റാണ്. ഇതെങ്ങനെയാണ് നമ്മൾ കൗണ്ടർ ചെയ്യുന്നത്? രണ്ടും വിശ്വാസമല്ലേ, രണ്ടും ദൈവിക വെളിപാടല്ലേ. ആകെ നമുക്ക് പറയാൻ പറഞ്ഞ ചില ലോജിക്കുകളുണ്ട്. കാരണം ബൈബിൾ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഖുറാൻ വന്നതെന്നൊക്കെ പറയാം. അപ്പോൾ അവർ പറയും ബൈബിളിൽ കലർപ്പുള്ളത് കൊണ്ടാണ് ഖുറാൻ വന്നത്, ബൈബിൾ കള്ള എഴുത്തുകളുള്ളതാണ് ഖുറാൻ വന്നു കഴിയുമ്പോൾ അവരുടെ ആർഗ്യുമെൻറ്റിന് ഹൈപ്പായി, നമ്മുടെ ആർഗ്യുമെൻറ്റിനും അതേപോലെ തന്നെ ഹൈപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഖുറാനിൽ പറയുന്ന ഇബ്രാഹിം നബി ഈസാ നബിയും ഒന്നും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ അബ്രഹാമും
ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു ക്രിസ്തുവൊന്നും അല്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഈ വീഡിയോയിൽ ഞാനത് കൂടുതലും പറയുന്നില്ല. ഈ വിഷയമൊക്കെ താങ്കൾ അടുത്ത വീഡിയോകളിൽ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ല, നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. എനിവേ, സർവശക്തനായ ദൈവം എന്നെയും താങ്കളെയും ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ.